സെക്യൂരിറ്റി റിഫ്രഷർ ട്രെയിനിങ് 2025. ഈ ട്രെയിനിങ് പ്രോഗ്രാം 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതും ടെർമിനൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ച അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇത് എല്ലാ എംപ്ലോയീസും നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒടുവിൽ ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഫില്ല് ചെയ്ത് തരേണ്ടതാണ്. എല്ലാവർക്കും അറിയാം, ടെർമിനലിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സുരക്ഷിതമായ ഒരു സാഹചര്യം അത്യാവശ്യമാണ്. അതെങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? അത് നമ്മൾ ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ്. ശരിയായി കണ്ണും കാതും തുറന്ന് പരിസരം വീക്ഷിക്കുകയാണ് ആദ്യപടി. കൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറ കവറേജ് ഉണ്ട്. ടെർമിനൽ സെക്യൂരിറ്റി നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ടെർമിനലുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ കാര്യങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 24-25 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ടെർമിനലിനുള്ളിൽ അനധികൃതമായി കടന്നു കയറാൻ ശ്രമിച്ച 2 സംഭവങ്ങളുണ്ടായി. 2 അവസരത്തിലും നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാഫാണ് ആദ്യം കണ്ടതും റിപ്പോർട്ട് ചെയ്തതും. തുടർന്ന് മറ്റ് നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇത് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ എല്ലാ എംപ്ലോയീസും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവാണ്. ആയത് തികച്ചും അഭിനന്ദനാർഹമാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ടെർമിനലിനുള്ളിൽ പ്രവേശിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യാവുന്ന കാര്യങ്ങൾ: 1. എക്സിബിറ്റ് എൻട്രി പാസസ്. നമ്മുടെ പാസ് സിസ്റ്റം സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ സെസ്സിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. 3 തരം പാസുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്: 1 ഡേ പാസ്, വീക്ക്ലി പാസ് ആൻഡ് ആനുവൽ പാസ്. ആനുവൽ പാസിന് ഒരു ഗവൺമെൻറ് ഫോട്ടോ ID, PCC അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡ്യൂലി ഫിൽഡ് അക്രഡിറ്റേഷൻ ഫോം, ഇത് 3ഉം ആവശ്യമാണ്. നെക്സ്റ്റ്, ഡിക്ലറേഷൻ ഓഫ് ബിലോങ്ങിങ്സ്. ഫോളോ ഡെസിഗ്നേറ്റഡ് ട്രാഫിക് ലൈൻസ്. യൂസ് ഓഫ് ഹെൽമെറ്റ്സ്. 2 വീലർ റൈഡേഴ്സ് നിർബന്ധമായും ഹെൽമെറ്റ് ഉപയോഗിക്കണം. അതോടൊപ്പം ചിൻ ട്രാപ്പ് ടൈറ്റ് ചെയ്യാനും മറക്കരുത്. ഒബേ സ്പീഡ് റെഗുലേഷൻ. ടെർമിനലിനുള്ളിൽ മാക്സിമം സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേ വെഹിക്കിൾ പാസ്. ഇൻഫർമേഷൻ അബൌട്ട് പൊസഷൻ ഓഫ് ലാപ്ടോപ്പ്. ഷെയർ സെക്യൂരിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻ വിത്ത് സെക്യൂരിറ്റി. യൂസ് ഓഫ് ടെർമിനൽ വെഹിക്കിൾ. ടെർമിനലിനുള്ളിൽ സഞ്ചരിക്കുന്നതിന് കോസ്റ്റൽ വെഹിക്കിൾസ് ലഭ്യമാണ്. ഫോളോ ടെർമിനൽ SOPs. ഷെയർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫയർ, ഷോർട്ട് സർക്യൂട്ട്, etc. ട്രാഫിക് ഡിസിപ്ലിൻ. പാർക്കിംഗ് ഓഫ് പേഴ്സണൽ വെഹിക്കിൾസ് അറ്റ് ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഓൺലി. Foreigners entry only with the permission of Immigration Department. Carry only own passes. മറ്റൊരാളുടെ പാസ് ഉപയോഗിച്ചാൽ അത് ഇംപേഴ്സണേഷനായിട്ട് മാറും. ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. നെക്സ്റ്റ്, ഡോൺസ്. നോ എൻട്രി വിത്തൗട്ട് പാസസ്. ഏതെങ്കിലും കാരണവശാൽ പാസ് എടുക്കാതെ വന്നാൽ, മറന്നുപോയാൽ മെയിൻ ഗേറ്റിൽ നിന്ന് ടെമ്പററി പാസ് എടുത്ത് കയറാവുന്നതാണ്. കാരേജ് ഓഫ് കോൺട്രബാൻഡ്, എക്സ്പ്ലോസീവ്സ്, ആൽക്കഹോൾ, നാർക്കോട്ടിക് ഡ്രഗ്സ്, വെപ്പൺസ് ഇവ ടെർമിനലിനുള്ളിൽ നിരോധിച്ചിട്ടുണ്ട്. യൂസ് ഓഫ് മൊബൈൽ വൈൽ ഡ്രൈവിംഗ്. ഓവർ സ്പീഡിംഗ് ഓർ റിവേഴ്സ് ഡ്രൈവിംഗ്. സ്മോക്കിംഗ്. സ്മോക്കിംഗ് only in designated smoking zones. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ആൻഡ് ഡ്രോൺ ഇവയും ടെർമിനലിനുള്ളിൽ നിരോധിച്ചിട്ടുണ്ട്. നോ എൻട്രി അതർ ദാൻ ആക്സസ് പോയിന്റ്സ്. നമുക്ക് 4 ഗേറ്റുകളും 2 ജെട്ടിയുമാണ് ഉള്ളത്. 4 ഗേറ്റിൽ 1 റെയിൽവേ ഗേറ്റ് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനും അതുപോലെ അതിൻ്റെ ട്രാക്ക് മെയിൻ്റനൻസിനും വേണ്ടി മാത്രം. 2ാമത്തെ ഗേറ്റ് ട്രക്ക് എൻട്രി ഗേറ്റാണ്. 3ാമത്തെ ഗേറ്റ് വിവിധ കാര്യങ്ങൾ നടക്കുന്ന പ്രധാന ഗേറ്റാണ്. അവിടെ ട്രക്കിൻ്റെ എക്സിറ്റ്, LMV ഇൻ ആൻഡ് ഔട്ട്, മെറ്റീരിയൽ മൂവ്മെൻറ്റ് ആൻഡ് പെഡസ്ട്രെയിൻ മൂവ്മെൻറ്റ്സ്. Theft or carriage of terminal properties. Sharing of confidential documents. Wrong parking. Next point is ISPS. ഒരു ടെർമിനൽ സെക്യൂരിറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ്. ISPS means International Ships and Port Facility Security Code.
ഇത് അന്താരാഷ്ട്ര തലത്തിൽ പോർട്ടുകളുടെയും ഷിപ്പുകളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. ഇത് പ്രവർത്തിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിയമപരമായ സംരക്ഷണയിലാണ്. 2002 ഇത് നിയമമായി നിലവിൽ വന്നത്. ഈ കരാറിൽ 180-ലധികം ലോകരാജ്യങ്ങൾ അംഗങ്ങളാണ്. ഈ കരാർ പ്രകാരം ഇതിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട പോർട്ടുകളുടെയും ഷിപ്പുകളുടെയും സുരക്ഷ നിശ്ചയിക്കപ്പെട്ട സെക്യൂരിറ്റി ലെവൽ അനുസരിച്ച് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ്. ISPS പ്രകാരം 3 സെക്യൂരിറ്റി ലെവലാണുള്ളത്: ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. ലെവൽ 1 നോർമൽ വർക്കിംഗ് കണ്ടീഷൻ. ICTT പ്രവർത്തിക്കുന്നത് ലെവൽ 1-ലാണ്. ലെവൽ 2 ഷിപ്പിനോ പോർട്ടിനോ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായാൽ ബന്ധപ്പെട്ട ഷിപ്പ് ഓഫീസറും PFSOയും കൂടി പരസ്പരം ആലോചിച്ച് ലെവൽ 2 ആവശ്യമെന്ന് തോന്നിയാൽ ബന്ധപ്പെട്ട സ്റ്റേറ്റിനെ വിവരം അറിയിക്കുകയും ആവശ്യമെങ്കിൽ സ്റ്റേറ്റിന് ലെവൽ 2 ഡിക്ലെയർ ചെയ്യാം. IGTPL സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹെഡ് സെക്യൂരിറ്റി ആയിരിക്കും നമ്മുടെ പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി ഓഫീസർ. ലെവൽ 2 ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഗേറ്റിനുള്ളിൽ വരുന്ന ആളുകളെയും കാർഗോയും കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുരക്ഷാ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മുടെ പോർട്ടും കുറച്ച് ദിവസം ലെവൽ 2-ൽ പ്രവർത്തിച്ചിരുന്നു. സുരക്ഷാ വിഷയങ്ങളെല്ലാം തന്നെ നോർമലായാൽ വീണ്ടും ലെവൽ 1-ൽ പ്രവർത്തിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ലെവൽ 3. പെട്ടെന്ന് ആകസ്മികമായി ഒരു ഭീഷണിയോ അപകടമോ ഉണ്ടായാൽ, ഉദാഹരണം ബോംബ് ത്രെട്ട്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, സബട്ടേജ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഷിപ്പ് ഓഫീസറും PFSOയും കൂട്ടായി തീരുമാനിച്ച് ബന്ധപ്പെട്ട സ്റ്റേറ്റിനെ വിവരം അറിയിച്ചാൽ ആവശ്യമെങ്കിൽ ലെവൽ 3 ഡിക്ലെയർ ചെയ്യാം. ഒരിക്കൽ ലെവൽ 3 പ്രഖ്യാപിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള പഴുതടച്ച ഒരു സുരക്ഷാ സംവിധാനം ആവശ്യമാണ്. സുരക്ഷാ ഭീഷണി പോർട്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോർട്ടിനെ ഐസൊലേറ്റ് ചെയ്യപ്പെടും. മറ്റ് ഷിപ്പുകൾക്കോ വിസിറ്റേഴ്സിനോ ഒന്നും തന്നെ ടെർമിനലിൽ വരാൻ അനുവാദമുണ്ടായിരിക്കില്ല. ബന്ധപ്പെട്ട സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനെ വിവരം അറിയിച്ച് അവരുടെ പരിശോധന കഴിഞ്ഞ് മറ്റ് ഭീഷണിയൊന്നും ഇല്ല എന്നും പോർട്ട് സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുടർന്ന് പ്രവർത്തിക്കാവൂ. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ, നമ്മൾ ഒന്നായി പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു സെക്യൂരിറ്റി സംവിധാനം നിലനിർത്താൻ കഴിയും. താങ്ക് യു. ക്വസ്റ്റ്നെയർ ഫില്ല് ചെയ്യാനായി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.